പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്നത് ഒരു ആത്മീകമായൊരു ചെറിയ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങളിലായിരിക്കാം. ദൈവം നമ്മെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്: നാം ദൈവസാന്നിധ്യത്തിന് വില കൽപ്പിച്ചാൽ, ദൈവസാന്നിധ്യത്തിന് നാം അതിൻ്റെതായ മഹത്വം നാം കൊടുത്താൽ, ദൈവസാന്നിധ്യത്തെ നാം ബഹുമാനിച്ചാൽ, ദൈവം നമ്മെ വലിയവനാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവസാന്നിധ്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് ദൈവം നമ്മെ ഉയർത്തുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നതായ പ്രധാനമായ ഘടകമെന്ന് പറയുന്നത്. ദൈവസാന്നിധ്യത്തിന് നാം കൊടുക്കുന്ന ബഹുമാനം, ദൈവസാന്നിധ്യത്തെ നാം മഹത്വം കരയേറ്റുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതയാത്രകളിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കേണ്ടതിന്, ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കൃപകൾ അത് വർദ്ധിച്ചു വരണമെങ്കിൽ നാം ദൈവസാന്നിധ്യത്തിന് എത്രത്തോളം മഹത്വം കരയേറ്റുന്നുവോ അതനുസരിച്ചാണ് ദൈവം നമ്മെ വലിയവനാക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവസാന്നിധ്യത്തിന് കൊടുക്കുന്ന വിലയാണ് ദൈവിക മഹത്വം നമ്മളിൽ വെളിപ്പെടുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. ദൈവസാന്നിധ്യത്തിന് വില കൽപ്പിച്ചവനാണ് മോശ. ഹല്ലേലൂയ, സ്തോത്രം. താൻ മുൾപടർപ്പിൻ്റെ നടുവിലെത്തിയപ്പോൾ ദൈവസാന്നിധ്യം കണ്ടപ്പോൾ ആ ദൈവസാന്നിധ്യത്തിന് കൊടുത്ത വിലയാണ് അത് നിമിത്തമാണ് പിന്നത്തേതിൽ മോശയെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു, എത്രത്തോളം അതിന് ബഹുമാനം കൊടുക്കുന്നുവോ, എത്രത്തോളം അതിനെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നുവോ, അതനുസരിച്ചാണ് ദൈവം നിങ്ങളെ പടിപടിയായിട്ട് മുൻപോട്ട് ഉപയോഗിക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിന് കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ച് ആ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നാം അതിനെ എത്രത്തോളം വില കൊടുക്കുന്നുവോ, എത്രത്തോളം അതിന് ബഹുമാനം കൽപ്പിക്കുന്നുവോ, എത്രത്തോളം അതിനെ ഉയർത്തുന്നുവോ, അതനുസരിച്ചാണ് ദൈവം നമ്മളിൽ പിന്നീട് പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ദൈവ സാന്നിധ്യം വാസ്തവമായിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ് എങ്കിൽ ഇന്ന് പകലിൽ ആ ദൈവ സാന്നിധ്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ബഹുമാനത്തിനനുസരിച്ചാണ് ദൈവം നിങ്ങളെ പിന്നീടുള്ള നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ആ ദൈവ സാന്നിധ്യത്തിന് തക്കതായ മഹത്വം കൊടുക്കുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറായാൽ ദൈവം നമ്മെ പിന്നത്തേതിൽ ഉയർത്തുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതയാത്രകളിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ദൈവിക സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവിക സാന്നിധ്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനത്തിനനുസരിച്ചാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ഈ ഒരു വീഡിയോയിലൂടെ ആ ദൈവ സാന്നിധ്യത്തെ നാം ബഹുമാനിക്കുന്നതിനെ പറ്റി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് പകലിൽ ഇത് കേട്ട ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിന് വില കൽപ്പിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരുന്നത് ശത്രുവിൻ്റെ പാതാള ഗോപുരങ്ങൾക്ക് തകർച്ചയായി തീരുവാനായിട്ട് ദൈവം ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.